സെലിബ്രിറ്റി അല്ലേ, എന്നോട് ചോദിക്കാതെ എടുക്കാൻ പാടൂ. ഇതാണ് അവളുടെ അവസ്ഥ. ബ്ലാക്കി, മൈ ബേബി. ഇഷ്ടമായിട്ടില്ല. ആണ് എൻ്റെ വീട്ടിലെ നമ്പർ 2 വില്ലെത്തി ബ്ലാക്കി. ഞാൻ റെസ്ക്യൂ ചെയ്ത ഒരു കാറ്റാണ് മൈ ബേബി. എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ഇവളിങ്ങനെ കുണിങ്ങി ഒരു കറുത്ത ബോൾ കുണിങ്ങി എന്നെ പറ്റിച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു 1-2 പ്രാവശ്യം കഴിഞ്ഞ ശേഷം വീണ്ടും കാണാൻ പോയപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അറ്റാച്ച്മെൻ്റ് ആയി. പിന്നെ ഇവിടെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ആ ചായക്കടയിൽ പോയി തുടങ്ങി കഫ്റ്റീരിയയിൽ. ഞങ്ങൾ 3rd or 4th ടൈം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആകെ തളർന്ന് കിടക്കുക. കുഞ്ഞാവള് എനിക്ക് തോന്നുന്നു അന്ന് ജനിച്ചിട്ടൊരു 5 to 6 months ഒക്കെ ആയിട്ടുണ്ടായിരിക്കുള്ളൂ ബ്ലാക്കിന് എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത്. ഇപ്പം എൻ്റെ കൂടെ 2 വർഷമായിട്ടോ ബ്ലാക്കി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്ന കൂടെ അവരോട് ഒരു കാർട്ടൺ ഞാൻ വേഗം സെറ്റ് ചെയ്തു. കഫ്റ്റേരിയക്കാരൊരു ടൊമാറ്റോൻ്റെ കാർട്ടൺ തന്നു. അതിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളവളെ വേഗം എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതായത് എനിക്ക് സ്ഥിരം ലൂസീനെ കഴിയുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം എൻ്റെ പേര് സേവ് ചെയ്തല്ലോ ലൂസി മമ്മ എന്ന് പറഞ്ഞിട്ടാണ്. പാകിസ്ഥാനിയാണ് അദ്ദേഹം. വളരെ നല്ല ഡോക്ടറിനെ തൊട്ട് എൻ്റെ 2 മക്കളുടെ അസുഖം പെട്ടെന്ന് ഭേദവും. അവിടെ ചെന്നുണ്ടായിട്ടുള്ള വിറ്റാണ് ഏറ്റവും വലിയ വിറ്റ്. ഇവള് ചെന്ന് ഞാൻ പുറകിലായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിറങ്ങി ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ കൊട്ട മേടിക്കണോടി ഇവള് ചാടി ഇറങ്ങി ഓടിപ്പോയി. എൻ്റെ കൈയും കാലും വിറച്ചില്ലേ. കാണിച്ചാൽ എനിക്ക് അവിടെ അത്ര വലിയ പരിചയമില്ല. എനിക്ക് ഡോക്ടറെ കാണുന്നു ഇറങ്ങുന്നു പോകുന്നല്ലാതെ എനിക്ക് ഏരിയ പരിചയമില്ല. ഇവളാണെങ്കിൽ ജനിച്ച് വളർന്നൊക്കെ ഇവിടെ. അങ്ങനെ ഒരു കുട്ടീനെ റോളാ സൈഡിൽ അവിടെ കൊണ്ടുപോയിട്ട് വേറെ ഒട്ടും പരിചയ സ്ഥലത്ത് കൊണ്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോരാൻ ഞാൻ തയ്യാറില്ലായിരുന്നു. കുറേ പരിശ്രമിച്ച് നടന്നു നോക്കി എവിടെയാണ് കാണില്ല. ഇവിടെ ഓരോ കാറിൻ്റെ അടിയിൽ ജമ്പി പോയി. അപ്പോൾ അവിടെ ക്ലിനിക്സ് ഉണ്ടല്ലോ കുറേയൊക്കെ. അപ്പോൾ അവിടുത്തെ ഒരു പയ്യനെ ഇറങ്ങി വന്നിട്ട് പോകുന്നു. തൃശ്ശൂർക്കാരനാണ്. അവരെ പൂശാനൊക്കെ നമുക്ക് കുളിപ്പിക്കുന്ന അവിടെയാണ്. നമ്മുടെ ലൂസിയുടെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ അവിടെ ചെയ്യാറുള്ളത്. അവൻ തോന്നുന്നു ചേച്ചി പേടിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും പെട്ടാലും കുഴപ്പമില്ല, ഞങ്ങൾ കണ്ടെടുത്തൊക്കെ ചേച്ചി നിൽക്കാറില്ല. ഞാൻ ഷിവർ ചെയ്ത് തുടങ്ങി. എനിക്ക് ആകെ ടെൻഷനാവാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ നഷ്ടപ്പെടുത്തി പോരാൻ പറ്റില്ല എനിക്ക്. അത് കഴിഞ്ഞ് കുറച്ച് നേരം നിന്നു. അത് ഞാൻ കിടന്ന് എനിക്ക് കരയണം കണ്ടപ്പോൾ നേരെ മുകളിൽ ജിമ്മായിരുന്നു. നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിന് നേരെ മീതെ ജിമ്മ. അപ്പോൾ ആ ലൈനിൽ കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലംബോർഗിനൊക്കെ എടുക്കുന്നുണ്ട് കീഴെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓണറാണ്. അയാൾ ചോദിച്ചാൽ എന്താ പ്രശ്നം, അവിടെ ലേഡി കിടന്ന് കരണ്ട്. അപ്പോൾ ഒരു മലയാളം നിൽക്കില്ല. വാട്ട് ഹാപ്പൻ ചോദിച്ചപ്പോൾ അപ്പോൾ എൻ്റെ കൂടെ ഒന്നാൾ വന്ന് പൂച്ചക്കുട്ടി ചാടിപ്പോയി, ഇവിടെ എവിടെയോ ഉണ്ട്, ഇതിൻ്റെ അടിയിൽ ഏതൊരു കാറിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്, അടിയിലാണ് പോയിക്കണം, കാണാനില്ല. കിടന്നിട്ടൊക്കെ ഞാൻ റോട്ടിൽ കിടന്ന് നോക്കി, നിർത്തിയില്ല. കാരണം ഇവിടെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എൻ്റെ മനസ്സ് വന്നില്ല. ഈ ഭീകരത്തിനെ ഞാൻ ബ്ലാക്കി വിളിക്കില്ല, ബാക്കു എന്നാണ് വിളിക്കുക. ബാക്കുട്ടി കുറുമ്പിയാണ്. കുറുമ്പിക്ക് ഇറങ്ങി പോകണ സമയമായി. അവൾക്ക് ഇഷ്ടമല്ല. ഓ എന്തുമ്മാ, അവൾക്ക് ഇറങ്ങിപ്പോണം. ഓ ഓക്കെ എൻ്റെ ഡ്രസ്സ് കീറണ്ട. സേ ബായ്, നിൻ്റെ കഥ പറയട്ടെ. സേ ബായ് ബൈ ബൈ ബായ് ബൈ ബൈ ബായ്. പകുതി വൈറ്റാണ് കേട്ടോ അവള്. പക്ഷേ ഓക്കെ, സീ യു, ബൈ ബൈ. ഓക്കെ ചെല്ലി. അദ്ദേഹം താഴത്തേക്ക് ഇറങ്ങി ഒന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ക്യാറ്റ് എനിക്ക് ചാടിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ള് ഹെയർ ലോസ് ഉണ്ട് അവൾക്കിപ്പോൾ. ഇതിലേതൊരു കാറിനടിയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അയാളും കുറേ നോക്കി കണ്ടില്ല. കുറച്ച് നേരം നോക്കാം. അപ്പം തൊട്ടടുത്ത് കഫ്റ്റേരിയ ഗ്രോസറിക്കാർ ഇപ്പോൾ CCTV ഉണ്ടായിരുന്നു. അവർക്ക് വേണേൽ നോക്കി കണ്ടെത്താൻ പറ്റും. പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഓണറുടെ പെർമിഷനാണ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് മനസ്സിലാക്കാം, അവിടുത്തെ പണിക്കാറല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ മലയാളി ഇറങ്ങി വെച്ചാൽ എന്തായി കിട്ടിയോ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അറബി അയാൾ ലോക്കൽ അയാൾ ഇറങ്ങി വന്നിട്ട് വീണ്ടും അയാൾ എന്താ പറയുക പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം ഉണ്ടായി. ഒരു പാകിസ്ഥാനി താഴ്ത്തി നോക്കുന്നതിന് നമ്മുടെ ഈ കാറ്റിനെ കുളിപ്പിനോടത്തൊരു പയ്യനും കൂടി ഉണ്ട്, ഒരു ഹിന്ദിക്കാരൻ. പാകിസ്ഥാനി അല്ല, ഹിന്ദിക്കാരനാണ്. അവർ വന്നിട്ട് പറഞ്ഞു ഒരു ബ്ലാക്ക് കാറ്റാണോ, ആണെങ്കിൽ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഞാൻ ചെല്ലുന്ന നോക്കിയെങ്കിൽ അത് ഉള്ളിക്കുക. അപ്പോൾ ഞാൻ കുറേ വെറ്റ് ഫുഡ്സൊക്കെ കയ്യിൽ വെച്ചൊക്കെ നമ്മൾ വെറ്റ് ഫുഡ് വെള്ളമൊക്കെ സെറ്റാക്കി വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് വരുന്നില്ല. അപ്പോൾ അയാളോട് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു കാർ നമ്പർ, പോലീസിനെ വിളിച്ചിട്ട് കാർ നമ്പർ കൊടുത്തു. ഈ കാറിൻ്റെ ഉള്ളിൽ പൂച്ച പെട്ടിട്ടുണ്ട്, അവരുടെ പാരൻ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്, അവർ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഈ മലയാളം എനിക്ക് തർജ്ജമ ചെയ്തു തന്നു കേട്ടോ. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് ആയിട്ടില്ല. വീണ്ടും ഇദ്ദേഹത്തിന് തിരിച്ചൊരു കോൾ വന്നു. അതിൻ്റെ ഓണർക്ക് വരും, ടെൻഷൻ അടിക്കേണ്ട പറയുന്നുണ്ട്. അപ്പോൾ വന്ന് പോലീസിൻ്റെ ആണെന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓണർ വരുന്ന കാറിൻ്റെ ഓണർ വരുന്നുണ്ട്. ഓണർ വരുന്ന സമയത്ത് ഞാനും ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇനി വിളിക്കാത്തൊരു ദൈവം നേരമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് എന്തുണ്ടായി, അദ്ദേഹം വന്നു, ബോണറ്റ് തുറന്നു. അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു കാറിൻ്റെ ഉള്ളിലാണ്ട് പറ്റില്ല, അടിയിൽ നിൽക്കാൻ പറ്റില്ല, ബോണറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കുമ്പോൾ ബോണറ്റ് വന്നു വെച്ചാൽ പുരുഷു എന്നെ അനുഗ്രഹിക്കണം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പ്ലീസ്. അത് ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ചിരിക്കുന്നു ഈ ബ്ലാക്കി. ഞാൻ എന്ത് ചെയ്യണം? അതിന് കുറച്ച് മുന്നേക്കെ ഉള്ള എൻ്റെ തല ഇങ്ങനെ ചുറ്റുക, എൻ്റെ കാലിൻ്റെ അടിയിൽ ഭൂമിയിലും തോന്നുന്നില്ല, ഞാൻ കുഴഞ്ഞു വീഴുമെന്ന് പേടിച്ചു. ആ ഒരു അവസ്ഥ. അത് അവൾക്ക് എടുക്കാൻ വേണ്ടി ഞാനൊരു ബെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അവിടെ പോയി കിടക്കുക. ബ്ലാക്കി
ലൂസിയുടെ തല്ലൂടല്ല കേട്ടാ. ലൂസിയും ബ്ലാക്കിയും ചില നല്ല തല്ലൂട്ടാ. ലൂസിയാണ് എൻ്റെ ഫസ്റ്റ് ബേബി. ലൂസി കം, ബ്ലാക്കി ഡോണ്ട് ഡു. നമ്മളുണ്ടെങ്കിൽ ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ നല്ല അടി അടിക്കാൻ രണ്ടുപേരും, രണ്ടും ഫീമെയിലുള്ളത് കാരണം ഉണ്ടാ. അങ്ങനെ നമ്മൾ ബ്ലാക്കീനെ എടുത്തു, ഡോക്ടറെ കാണിച്ചു, മെഡിസിൻസ് തന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ ഹോൾസ് ഉണ്ടാവുള്ള മേത്ത്, അതെങ്ങനെയാണ് എന്തോ ഉപദ്രവിക്കപ്പെട്ടിട്ടുള്ളതാണ്, എങ്ങനെയൊക്കെയോ കുറേ ഹോൾ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരു 5-8 ഹോൾസ് ഉണ്ടായിരുന്നു. മെഡിസിൻ തന്നിട്ടുണ്ട്. ഇൻഫെക്ഷൻ ആവാനും ആവാതിരിക്കാനും ചാൻസസ് ഉണ്ട്. അത് എത്ര ദിവസം പഴക്കണമെന്ന് നമുക്കറിയില്ല. നിങ്ങളൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം നന്നായിരിക്കുന്നു. ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു. അപ്പോൾ ആ ഭാഗത്ത് ഹെയർ മാത്രം കട്ട് ചെയ്ത് ഞാൻ ഒരു 3 ദിവസം കടയിൽ പോയിട്ടില്ല, ഷോപ്പിൽ പോയിട്ടില്ല. 3 ദിവസം അവളെ കെയർ ചെയ്ത് കറക്റ്റ് ടൈമിൽ മെഡിസിൻ കൊടുത്ത്, ഫുഡിൽ കൊടുക്കേണ്ട മെഡിസിൻ ഉണ്ടായിരുന്നു ഉള്ളിലേക്ക്, പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓയിൽമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പൗഡറൊക്കെ അതൊക്കെ ചെയ്തു. 3 ഡേയ്സ് കഴിഞ്ഞു, 5 ഡേയ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും ബ്ലാക്കിന് എടുത്തുകൊണ്ടാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു, കൈ തന്നിട്ട് പറഞ്ഞു ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തേ ചോദിച്ചു. അല്ല, നിങ്ങൾ നല്ലൊരു കുട്ടിയെ നോക്കണ പോലെ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വൂണ്ട് അത്യാവശ്യം ഇറക്കണ്ടായിരുന്നു. അതെന്നോട് കണ്ടായിരുന്നില്ല, അതാരോ എന്തോ പട്ടിക വെച്ചിട്ട് കടിച്ചിട്ടേ അങ്ങനെ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് കുറേ ചെറുപ്പത്തിൽ കുറേ വേദന നിന്നിട്ടുണ്ട് എൻ്റെ ബ്ലാക്കി. ഷീ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പെറ്റാണ്. ലൂസി ഓൾവേസ് മൈ ബേബി. ലൂസി കം, നിൻ്റെ വ്ളോഗ് ചെയ്യാണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ബ്ലാക്കി എൻ്റെ കൂടെ തന്നെയുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കുഴപ്പങ്ങളൊന്നുമില്ല. അതിനിടയ്ക്ക് ലാസ്റ്റ് ഇയറിൽ കുറച്ച് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായി, സ്കിന്നിൽ പ്രശ്നമൊക്കെ ആയിട്ട് അത് നല്ല ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു, പക്ക ക്ലീൻ ആൻഡ് ക്യൂർ ആക്കി വിട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹം. ഞാനൊരു മൃഗസ്നേഹി ആയതുകൊണ്ടും പൂച്ച അതുപോലെ നായ്ക്കുട്ടികളെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ളതുകൊണ്ടും അവരെ ആരും ഉപദ്രവിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള സഹിക്കില്ല. ബ്ലാക്കി എനിക്ക് ഉമ്മ തരാറുണ്ട് കേട്ടോ. ബ്ലാക്കി ഉണ്ടോ? She's my baby.